കഴിഞ്ഞ 17-ാം തീയതി മധുരയിൽ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഒരു സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വസ്ഥമായി നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് ഒരു സ്ഥലം ചോദിച്ചാൽ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളാണ് സർക്കാർ അനുവദിക്കുന്നത്. പരിപാടി നടത്തുമ്പോൾ പലപ്പോഴും വൈദ്യുതി വിച്ഛേദിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ വിജയ് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും DMK-ക്കെതിരെയും സംശയമുണർത്തുന്ന നിലയിലുള്ള ഒരു കാര്യമാണ് വിജയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് വിജയ് ആവശ്യപ്പെടുന്നത്. സർക്കാർ അതേസമയം ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ പ്രതികരണമെന്നാണ് സർക്കാർ പറയുന്നത്. ഗൂഗിൾ വിവരങ്ങളുമായി കരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൂഗിൾ, നിലവിലെ അവസ്ഥ എന്താണ്? ഈ മരിച്ച 39 പേരുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകി കഴിഞ്ഞു. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെല്ലാവരും തന്നെ കരൂരിലെ വ്യത്യസ്ത ആശുപത്രികളിലാണോ? അവരെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ട സ്ഥിതിയുണ്ടോ? നിലവിൽ മന്ത്രിമാർ ആരൊക്കെയാണ് കരൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്? ഈ TVKയുടെ പ്രതിനിധികൾ ആരെങ്കിലും ഇനിയെങ്കിലും, ഇപ്പോൾ അവർ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനിയെങ്കിലും അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ? ദിവിഷ്, നമ്മളിപ്പോൾ കാണുന്നത് ഒരു 22 വയസ്സുകാരി ഒരു ദുരന്തത്തിൽ മരിച്ചിരുന്നു. അവർ മകനെ, കൈക്കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് വിജയെ കാണാനായി ഇന്നലെ നടന്ന പരിപാടിയിലേക്ക് എത്തിയത്. അവിടെ വെച്ചുള്ള തിരക്കിലാണ് അവർ മരിച്ചത്. അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ വികാരനിർഭരമായിട്ടുള്ള രീതിയിൽ അവർ സങ്കടം താങ്ങാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ കരച്ചിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ മോർച്ചറിയുടെ മുന്നിൽ നിന്ന് കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. പിന്നീട് ദിവിഷ് എല്ലാ ബുള്ളറ്റിനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് എന്നോട് ചോദിക്കാറുണ്ട്, TVKയുടെ മെമ്പർമാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതിനു മുൻപ് പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഇപ്പോഴും ദിവിഷ്. ഒരു തരത്തിലും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ ഇവിടെ ഇല്ല. മറിച്ച് DMK-യുടെയും ADMK-യുടെയും ഒക്കെ തന്നെ BJP-യുടെ ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പലപ്പോഴും ഇവിടെയുണ്ട്. അവരുടെ അടുത്തുള്ള വീട്ടിലെ ആളുകളെയൊക്കെ ആയിട്ട് ഒപ്പം വന്നിട്ടുണ്ട്. അവരുടെ മൃതദേഹം വീണ്ടെടുക്കുന്നതിനും ബന്ധുക്കളിൽ എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള സഹായങ്ങൾ നൽകാനൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അങ്ങനെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടെ സജീവമാണ്. പക്ഷേ ഈ പറയുന്ന വിജയുടെ പാർട്ടിയിലെ രാഷ്ട്രീയ പ്രവർത്തകരാരും എത്തിയിട്ടില്ല. അതായത് ഒരു മൃതദേഹം കൂടി ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകുകയാണ്. ഇനി 3 മൃതദേഹങ്ങളാണ് വിട്ടു നൽകാനുള്ളത്. അതിൽ ഒരു എണ്ണം ഇപ്പോൾ വിട്ടു നൽകുകയാണ്. ഇതിനിടയിൽ ആദ്യം രാവിലേക്ക് വളരെ വേഗത്തിലാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നത്. പക്ഷേ എന്നാൽ അതിന് പിന്നീട് ആ രീതിയിൽ ഒരു വേഗത ഉണ്ടായില്ല. അതിനിടയിൽ ഒരാളെ തിരിച്ചറിയാൻ കഴിയാത്തതൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഒരു പ്രതിസന്ധിയൊക്കെ തന്നെ നിന്നു. ഇപ്പോൾ ഇവരെ ഇങ്ങനെ, അതായത് മറ്റുള്ള 3 പേരുടെ മൃതദേഹം കൂടി ഉണ്ട്. അതിലൊരാളുടെ തിരിച്ചറിയാൻ ബന്ധുക്കൾ വരുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രശ്നമുള്ളൊരു മൃതദേഹമുണ്ട്. ബാക്കിയെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ വിട്ടു നൽകുകയാണ്. ഇനി 2 മൃതദേഹങ്ങൾ കൂടി എന്ന് നമുക്ക് കണക്കാക്കാം. 3 മൃതദേഹങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരു മൃതദേഹം കൂടി വിട്ടു നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ രാവിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്കും മൃതദേഹം വിട്ടു നൽകിയെങ്കിൽ പിന്നീട് അത് ആ വേഗത പിന്നീട് ഉണ്ടായില്ല. അത് പലരും പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്നൊക്കെ. സ്വാഭാവികമായും വൈകാരികമായ ഒരു പ്രകടനം കൂടി, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം കൂടിയൊക്കെ ആയിരിക്കാം അത്. അങ്ങനെ കൂടി നമ്മൾ അതിനെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഉണ്ടായ സാഹചര്യമാണ് സാർ. ഞാനിവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു മരണം സംഭവിച്ചതിന് ശേഷമൊക്കെ ഇവരുടെ തൊട്ടടുത്ത ബന്ധുക്കളൊക്കെയാണ്. അതായത് ചിലരൊക്കെ സ്വന്തം മകനെ നഷ്ടപ്പെട്ടു. ആ അച്ഛനാണ് ഈ മോർച്ചറിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ മകനെ അന്വേഷിക്കുകയും മകൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതൊക്കെ. മറ്റേതെങ്കിലും ബന്ധുക്കളല്ല. അപ്പോൾ സ്വാഭാവികമായും അവരെ കുറേ നേരമൊക്കെ അവർക്ക് ഈ മോർച്ചറിക്ക് മുന്നിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വരിക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. മാത്രമല്ല ഒരു കുടുംബത്തിലെ 1-ലധികം അംഗങ്ങൾ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം കുറേ മണിക്കൂറുകളൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇപ്പോൾ വീണ്ടും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന കാര്യം നടക്കുന്നുണ്ട്. ഇനി 3 മൃതദേഹങ്ങളാണ്. അതിലൊരു മൃതദേഹം ഇപ്പോൾ വിട്ടു നൽകുന്നു. ബാക്കി 2 മൃതദേഹങ്ങൾ കൂടി ഇനി ഇവിടെ നിന്ന് വിട്ടു നൽകേണ്ടതുണ്ട്. 17 പേർ ICUവിൽ ചികിത്സയിലുണ്ട്. ഇവിടെ വന്ന പ്രധാന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ ICUവിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. അതിപ്പോൾ സ്റ്റാലിൻ ആയിക്കോട്ടെ, ഉദയനിധി സ്റ്റാലിൻ ആയിക്കോട്ടെ, എടപ്പാടി പളനിസ്വാമി ആയിക്കോട്ടെ, അങ്ങനെ ആരായിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിൽ തന്നെ ഈ മോർച്ചറിയിൽ വന്ന് മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അവർ നേരെ പോകുന്നത് ICUവിലേക്കും അവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ചികിത്സയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാണ് പിന്നീട് മടങ്ങുന്നത്. ഇപ്പോൾ ഈ 17 പേരുടെയും ആരോഗ്യനിലയിൽ വലിയ ആശങ്കയൊന്നുമില്ല. ICUവിൽ കഴിയുകയാണെങ്കിലും അവരുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കയൊന്നുമില്ല. 51 പേർ ആകെ ചികിത്സയിലുണ്ട്.
അവരുടെയും ആരോഗ്യനിലയിൽ കാര്യമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല. ഇപ്പോൾ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്. ഏതായാലും വളരെ വിഷമകരമായ സാഹചര്യം തന്നെയാണ് ഈ പ്രദേശത്തും ഈ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുന്നിലൊക്കെ തന്നെ ഉള്ളതെന്ന് തന്നെ പറയാം. കാരണം കുറേ നേരമായി നമ്മൾ കാണുന്നത് സ്വന്തം തൊട്ടടുത്ത ബന്ധുക്കൾ മരിച്ച ആളുകളെയാണ്. കരഞ്ഞ കണ്ണുകൾ മാത്രമാണ് ഞാൻ രാവിലെ മുതൽ ഇവിടെ കാണുന്നത്. കരഞ്ഞ് തളർന്ന ആളുകളെ പറ്റിയാണ്, അവരെ മാത്രമാണ് കാണുന്നത്. അവർ ക്ഷീണിച്ച് ഇനി ഒന്നും പ്രതീക്ഷയില്ലാതെയൊക്കെ നിൽക്കുന്ന മനുഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. ദിവിഷ്, ഇതാണ് കരൂരിൽ നിന്നുള്ള വിവരങ്ങൾ ഗൂഗിൾ പങ്കുവയ്ക്കുന്നത്. പറഞ്ഞതുപോലെ സ്വന്തം മക്കളെ, സഹോദരങ്ങളെ ഒക്കെയാണ് അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനാണ് ബന്ധുക്കൾ അവിടെ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആൾ രാവിലെ 6 മണി മുതൽ അവിടെ നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇരുമ്പ് കാലുകളൊന്നുമല്ല, നമുക്ക് വേറെ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളോടൊരു പ്രതികരണം പോലും നടത്താൻ ഈ അധികൃതർ തയ്യാറാക്കുന്നില്ല എന്ന വലിയ വിഷമം, അതാണ് പ്രതിഷേധ സ്വരത്തിൽ അവർ പ്രകടിപ്പിച്ചത്. ഇപ്പോഴും ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വലിയ സങ്കടത്തോടെയും പ്രതിഷേധത്തോടെയും ഒക്കെയാണ് ആളുകൾ ഇപ്പോൾ കരൂരിൽ ഉള്ളത്. വിജയുടെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച വിവരങ്ങൾ ഒരുപക്ഷെ അവരെ എല്ലാവരും അറിഞ്ഞു. ഗൂഗിൾ, അവിടെ അങ്ങനെ ഒരു വിവരം കിട്ടിയോ അവർക്ക്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ അല്പം മുമ്പാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആ വിവരം പങ്കുവച്ചത്. എല്ലാവരും അവിടെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. 20 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം വിജയ് പ്രഖ്യാപിക്കുന്നു. കുടുംബത്തെ പോലെ ഒപ്പം നിൽക്കുന്നു. എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്ന വിജയ് അറിയിക്കുന്നുണ്ട്. വിജയുടെ ഇപ്പോഴും ഒരു ആളുകളുടെ ഭാഗത്തുനിന്ന് എന്താണ് വിജയോടുള്ള ഒരു പ്രതികരണം? നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള ഇവരുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ വളരെ വൈകാരികമായി നിൽക്കുകയാണ്. അവരോട് ഇത് സംബന്ധിച്ച് പ്രതികരണം ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇവർ പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് പലരോടും സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുൻപാണ് സമൂഹ മാധ്യമങ്ങളുടെ ഈ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഈ കാര്യമൊക്കെ തന്നെ വിജയ് പറഞ്ഞത്. പക്ഷേ അത് സ്വാഭാവികമായും അത് ഇവരൊക്കെ അറിയാൻ സമയമെടുക്കും. ഏതായാലും ഇവർ അറിഞ്ഞിട്ടില്ല. അത് നമുക്ക് അതിന് കഴിയുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് സ്വാഭാവികമായും ചോദിക്കാവും എന്ന് തന്നെ തോന്നുന്നു. ഏതായാലും ഇപ്പോൾ പലരും ഇവിടെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് പലരും.